ഓക്കെ, അപ്പോൾ നമ്മൾ മോർണിംഗ് വൈബ്സിൽ രാവിലെ മുതൽ ഒരുപാട് വാർത്തകളിലൂടെയൊക്കെ പോയി ഇനിയും മറ്റ് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. അപ്പോൾ പ്രേക്ഷകരും പറയുന്നു, സുനിമോൾ പറയുന്നു, ആത്മാർത്ഥമായി കേരളം വികസിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വികസനം നടപ്പാക്കും. സുനിമോൾ അത് ഏതിലാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഷീജ എസ് നായർ ഹലോ പറയുന്നു. ഷീജ ഹലോ. നമ്മളപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കൊടിക്കുന്നിൽ സുരേഷിന് പ്രോടൈം സ്പീക്കർ സ്ഥാനം നിഷേധിച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആദ്യം വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇത് കോൺഗ്രസ് ക്യാമ്പിനെ ആശ്ചര്യപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി ബി.ജെ.പിക്കെതിരെ മൗനം തുടർന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇന്നലെ മുഖ്യമന്ത്രിയാണ് ആദ്യം ഇത്തരത്തിൽ കൊടിക്കുന്നിലിന് പ്രോടൈം സ്പീക്കർ പദവി നൽകാത്തതിൽ പ്രത്യക്ഷത്തിൽ രംഗത്തെത്തിയത്. പിന്നെ അതിനുശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പോലും വാർത്താക്കുറിപ്പ്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിറക്കാൻ വൈകിപ്പോയെന്ന് സംശയിച്ചവർ നിരവധിയാണ്. അപ്പോൾ ഈ കോൺഗ്രസ് ക്യാമ്പ് ഇതിനെ കരുതുന്നത് എങ്ങനെയാണ്? എന്താണ് അതിന്റെ പിന്നിലെ ഒരു കൗതുകരമായിട്ടുള്ള കാര്യം? നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനം, രാഹുൽ ഗാന്ധിക്കെതിരെ അടക്കം വ്യാപകമായ വിമർശനമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പല തെരഞ്ഞെടുപ്പ് വേദികളിലും ഉന്നയിച്ചത്. അതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളടക്കം രംഗത്ത് വന്നിരുന്നു. ബി.ജെ.പിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും യാതൊരു തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. മുഖ്യമന്ത്രി അവർക്കെതിരെ മൌനം തുടരുകയായിരുന്നു എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രചാരണം. സ്വാഭാവികമായി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം, യു.ഡി.എഫ് വലിയൊരു മുന്നേറ്റം കേരളത്തിൽ നടത്തുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടിക്കുന്നിൽ സുരേഷ് എം.പിയെ, മാവേലിക്കരയുടെ എം.പിയെ പ്രോടൈം സ്പീക്കർ ആക്കാതിരുന്ന നടപടിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. അദ്ദേഹം പത്രക്കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആ വിമർശനം പങ്കുവെക്കുകയും ചെയ്തത്. ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാംഗമായിട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന അർഹമായ സ്ഥാനം നിഷേധിച്ചത് സവർണബോധം ആണ് കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്നതിന്റെ ഉദാഹരണമാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അത് തള്ളിക്കളയാനാകുമോ എന്ന രൂക്ഷമായ വിമർശനത്തോടെയായിരുന്നു ഈ കുറിപ്പ്. എന്തായാലും സ്വാഭാവികമായി അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് പൊടുന്നനെ തന്നെ പ്രതിപക്ഷ നേതാവും കെ.പി.സി.സി അധ്യക്ഷനുമൊക്കെ തൊട്ടു പിന്നാലെ ഈ വാർത്താക്കുറിപ്പുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത് സമാനമായ വിഷയത്തിൽ. എന്തായാലും ഇത്തരമൊരു നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായത് എന്തുകൊണ്ട് എന്ന ചോദ്യം അത് കോൺഗ്രസ് ക്യാമ്പുകളിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരത്തിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതിൽ എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച സംസാരങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. അതാണ് എന്താണെങ്കിലും കോൺഗ്രസ് ക്യാമ്പ് അതിലൊരു ആശ്ചര്യം കാണുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.